തൃശൂർ എടവിലങ്ങിൽ ചെണ്ടയിൽ കൊട്ടിക്കയറി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അരങ്ങേറ്റം. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത എം.ആർ. കൈലാസൻ വാദ്യ കലാകാരൻ കൂടിയാണ്. വാദ്യകലാകാരൻ കൂടിയായതുകൊണ്ടാണ് തന്റെ വരവ് ചെണ്ടകൊട്ടി തന്നെ കൈലാസൻ അറിയിച്ചത്. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ തന്നെയായിരുന്നു ചെണ്ടമേളം. കൈലാസൻ തന്നെയാണ് ചെണ്ടകൊട്ടി തുടങ്ങിയത്. ബി.ജെ.പിയിലെ എം.എ. ഹരിദാസൻ ആറിനെ 10 വോട്ടിനാണ് എം.ആർ. കൈലാസൻ പരാജയപ്പെടുത്തിയത്. CPIM എടവിലങ്ങ ലോക്കൽ കമ്മിറ്റി അംഗമായ കൈലാസൻ കഴിഞ്ഞ 5 വർഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ബഹദൂർ സ്മാരക ഗ്രാമീണ വായനാശാലയുടെ പ്രസിഡന്റ് കൂടിയാണ് ഈ 40-കാരൻ. E.T. ടൈസൺ MLA ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലെത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തനിക്കെതിരെ പാർട്ടി എടുത്ത നടപടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസ്. നടപടി DCC പ്രസിഡന്റിന്റെ പക്വതയില്ലായ്മയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയാണ് നടപടി സ്വീകരിച്ചത്. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ പാർട്ടി ഫണ്ട് നൽകാനായില്ല. നിജി ജസ്റ്റിൻ പാർട്ടി ഫണ്ട് നൽകിയിട്ടുണ്ടാകുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. ആ സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ എന്തിനു സസ്പെൻഡ് ചെയ്തെന്ന് ചോദിക്കാനൊന്നും ഞാനില്ല. അത് പാർട്ടിയുടെ അവകാശമാണ്. സസ്പെൻഡ് ചെയ്യാം, തിരിച്ചെടുക്കാം ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കുക, ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല. ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരിക്കും വരെ എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. ഒരു പക്വത DCC പ്രസിഡന്റ് കാണിക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇന്ന് ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ രാത്രി എനിക്കൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളോടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ്. DCC പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു. പാർട്ടി ഫണ്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പാർട്ടി ഫണ്ടിലേക്ക് ചോദിച്ചത് അദ്ദേഹം മാത്രമല്ല. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു. രാവിലെ 10:10-നും 11:30-നും ഇടയിലായിരുന്നു മണ്ഡലപൂജ. മണ്ഡലപൂജയോടനുബന്ധിച്ച് സന്നിധാനത്ത് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 35,000 പേർക്കായിരുന്നു വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുമതി. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വീണ്ടും ശബരിമല നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. അതേസമയം മണ്ഡലകാലത്ത് 332.77 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. മണ്ഡലകാലം തുടങ്ങിയ ശേഷം 30 ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,730 രൂപ, പവന് 85,840 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
വാർത്തകൾ തുടരുന്നു. കോട്ടയം എരുമേലി ഷെർമൗണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ഷെർകിഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ 14ാമത് വാർഷികാഘോഷം നടന്നു. ഷെർഫെസ്റ്റ് 2K25-26 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ നടനും സംവിധായകനുമായ ദിലീഷ് പോത്തൻ മുഖ്യ അതിഥിയായി. വൈസ് ചെയർപേഴ്സൺ ഷഫ്ന ബീഗം അൻസാരി, സ്കൂൾ ഡയറക്ടർ അദാൻ മുഹമ്മദ് ഷമീർ, പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ഗോപിനാഥ്, വൈസ് പ്രിൻസിപ്പൽ എബിൻ സെബാസ്റ്റ്യൻ, മാനേജർ മധുസൂദനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാച്ചല്ലൂർ സുകുമാരൻ പുരസ്കാരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 പുരസ്കാരമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിക്കുക. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാഷ്ട്രീയ മേഖലയിൽ വളർന്നു വരുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് രമേശ് ചെന്നിത്തലയുടെ ജീവിതമെന്ന് ജൂറി വിലയിരുത്തി. കൂടാതെ 35 വയസ്സിന് താഴെ പ്രായമുള്ള എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. പുരസ്കാരങ്ങൾ ജനുവരി 2ാം വാരം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന പാച്ചല്ലൂർ സുകുമാരൻ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് സമ്മാനിക്കും. പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരനെ കാണാതായി. എരുമങ്കോട് സ്വദേശി അനസ് തൗഹിദ ദമ്പതികളുടെ മകൻ സുഹാനെയാണ് കാണാതായത്. രാവിലെ 11 മണിയോടെയാണ് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കുട്ടിയെ കാണാതായത്. തിരച്ചിലിനിടെ പോലീസ് നായ മണം പിടിച്ച് വീടിന് സമീപത്തെ കുളത്തിനടുത്ത് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കുട്ടിക്കായി മറ്റിടങ്ങളിലും പരിശോധന തുടരുകയാണ്. പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരനെയാണ് കാണാതായിരിക്കുന്നത്. എരുമങ്കോട് സ്വദേശി അനസ് തൗഹിദ ദമ്പതികളുടെ മകൻ സുഹാനെയാണ് കാണാതായിരിക്കുന്നത്. 6 വയസ്സുകാരനെയാണ് പാലക്കാട് നിന്നും കാണാതായിരിക്കുന്നത്. രാവിലെ 11 മണിയോടെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടിയെ കാണാതായത്. കുട്ടിക്കായി മറ്റിടങ്ങളിലും പരിശോധന തുടരുകയാണ്. വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് കയത്തിൽ മുങ്ങി മരിച്ചു. മലപ്പുറം കാവന്നൂർ സ്വദേശി സൽമാനാണ് മരിച്ചത്. സുഹൃത്തുക്കളായ 6 അംഗ സംഘമാണ് വിനോദസഞ്ചാരത്തിനായി ഇവിടെ എത്തിയിരുന്നത്. മൃതദേഹം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കോഴിക്കോടാണ് സംഭവമുണ്ടായിരിക്കുന്നത്. പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവാണ് കയത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. മലപ്പുറം കാവന്നൂർ സ്വദേശിയായ സൽമാനാണ് ഇത്തരത്തിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയതിനെ തുടർന്ന് കയത്തിൽ മുങ്ങി മരിച്ചത്. കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സുഹൃത്തുക്കളായ 6 അംഗ സംഘം ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു. ഇതേ തുടർന്ന് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതേ തുടർന്ന് കയത്തിൽ മുങ്ങിയാണ് യുവാവ് മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോടഞ്ചേരിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ സൽമാനാണ് മുങ്ങി മരിച്ചത്. കാസർഗോഡ് ഏരിയാലിൽ 3 വയസ്സുകാരന് കിണറ്റിൽ വീണ് ദാരുണാന്ത്യം. കുളങ്കരയിലെ ഇക്ബാലിന്റെയും മുസൈബയുടെയും മകൻ മുഹമ്മദ് സാലിയാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. കുട്ടിയെ ഉടൻ കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ 10 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ചു. കൊടക്കാട് കുന്നംപള്ളി പുതിയ നാലകത്ത് ഫൈസലിന്റെ മകൻ അമീൻ ഷാ ഹാഷിമാണ് മരിച്ചത്. അരിയല്ലൂർ MVHS സ്കൂളിന് സമീപം പാളം മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മലപ്പുറത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് 10 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ചിരിക്കുന്നത്. കൊടക്കാട് കുന്നംപള്ളി പുതിയ നാലകത്ത് ഫൈസലിന്റെ മകൻ അമീൻ ഷാ ഹാഷിമാണ് മരിച്ചത്. അരിയല്ലൂർ MVHS സ്കൂളിന് സമീപം പാളം മുറിച്ച് കടക്കുന്നതിനിടെയാണ് 10 വയസ്സുകാരനെ ട്രെയിൻ തട്ടിയത്.
പ്രശസ്ത കലാസംവിധായകൻ കെ ശേഖർ അന്തരിച്ചു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഉൾപ്പെടെയുള്ള ഹിറ്റ് സിനിമകളുടെ കലാസംവിധാനം നിർവഹിച്ച ചലച്ചിത്രകാരനാണ്. തിരുവനന്തപുരം സ്റ്റാച്യുവിലുള്ള വീട്ടിലായിരുന്നു അന്ത്യം. കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് കലാസംവിധാന രംഗത്തേക്ക് എത്തുന്നത്. 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന ചിത്രത്തിലെ കോസ്റ്റ്യൂം പബ്ലിസിറ്റി ഡിസൈനറായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിലെ ആലിപ്പഴം പെറുക്കാം എന്ന പാട്ട് ശ്രദ്ധിക്കപ്പെട്ട കറങ്ങുന്ന മുറി രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമായിരുന്നു. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് 1 മുതൽ 0 വരെ തുടങ്ങിയ സിനിമകളിലും പ്രവർത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം 5-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൂർ പയ്യാവൂരിൽ ലോറി മറിഞ്ഞ 2 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ലോറിയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടെലിവിഷൻ അവാർഡ്സ് വേദിയിൽ കേരള വിഷനെ പ്രശംസിച്ച് സംഗീത സംവിധായകൻ ഔസേപ്പ് ബച്ചൻ. ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന ചാനലുകളുടെ തലതൊട്ടപ്പനായ കേരള വിഷന്റെ അവാർഡ് എന്നത് അഭിമാനിക്കാവുന്ന അവാർഡാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ പ്രവർത്തിക്കുന്നത് പിന്നണിയിലായിരിക്കും. പക്ഷേ കേരള വിഷൻ ഇല്ലെങ്കിൽ മറ്റ് ചാനലുകളും ഇല്ലെന്നും കേരള വിഷന് നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചാനലുകളും വളരെ ഫേമസ് ആണ്. പക്ഷേ ഈ ചാനലുകളെയെല്ലാം ഫേമസ് ആക്കുന്ന ഈ ചാനലുകളുടെയൊക്കെ തലതൊട്ടപ്പനായ കേരള വിഷന്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അവാർഡാണ്. നമുക്ക് അഭിമാനിക്കുന്ന അവാർഡാണ്. അവർ പിന്നണിയിലായിരിക്കും. കേബിൾ TV അവരില്ലെങ്കിൽ ഒരു ചാനലും ഇല്ല. അപ്പം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവാർഡാണ്. ആ കേരള വിഷനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച സംവിധായകനായി ശ്രീജിത്ത് പലേരിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. സൂര്യ ടിവിയിലെ മാംഗല്യം തന്തുനാനിന്ന എന്ന സീരിയലിലെ സംവിധാനത്തിനാണ് പുരസ്കാരം. സംഗീത സംവിധായകൻ ഔസേപ്പ് ബച്ചൻ പുരസ്കാരവും ടാപ്പി നൽകുന്ന ഉപഹാരവും നൽകി. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CEO മുഹമ്മദ് ഷാഫി പ്രശംസാപത്രം കൈമാറി. ശ്രീജിത്ത് പലേരിയാണ് മാംഗല്യം തന്തുനാനേന എന്ന സൂര്യ ടിവിയുടെ പരമ്പരയ്ക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ഞങ്ങളിവിടെ ഇതാ നൽകുന്നത്. ഔസേപ്പ് ബച്ചൻ സാറാണ് ഞങ്ങളുടെ മെമ്മൻറ്റോ നൽകുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ടാപ്പി നൽകുന്ന ഗിഫ്റ്റും ഔസേപ്പ് ബച്ചൻ സാറാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഉപഹാര സമർപ്പണം കൂടാതെ തന്നെ ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് ഞങ്ങളിവിടെ ഇതാ നൽകുകയാണ്. ഇത്രയും ജനകീയമായ ഇതിൽ ഒരുപാട് കേരള വിഷൻ ഒരുക്കുന്ന 3ാമത് ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച സഹനടിയായി ടീച്ചറമ്മ സീരിയലിലെ സയന കൃഷ്ണ തിരഞ്ഞെടുക്കപ്പെട്ടു. ചലച്ചിത്ര നടി അന്ന രാജൻ മൊമെന്റോയും ടാപ്പി നൽകുന്ന ഉപഹാരവും സമ്മാനിച്ചു. റിസ്ത ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് ഷെരീഫ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നസീമ ഷെരീഫ് എന്നിവർ പ്രശസ്തി പത്രം സമ്മാനിച്ചു. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ രജനീഷ് PS കേരള വിഷന്റെ ഉപഹാരവും നൽകി. പ്രേക്ഷകർക്കും കേരള വിഷൻ ടീം അംഗങ്ങൾക്കും സയന നന്ദി അറിയിച്ചു. ഏഷ്യാനെറ്റിന്റെ ടീച്ചറമ്മ എന്ന സീരിയലിന്റെ സയന കൃഷ്ണയാണ് മികച്ച സഹനടിയായിട്ട് 3ാമത്തെ എഡിഷൻ ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിൽ ഇവിടെ ഇതാ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഭയങ്കര നെർവസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. സർവേശ്വരന് നന്ദി, കേരള വിഷന് നന്ദി. ടീച്ചറമ്മ എന്ന് പറയുന്ന പരമ്പരയ്ക്കാണ് എനിക്കിവിടെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ടീച്ചറമ്മയുടെ എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച സഹനടനായി KPAC സജിയെ തിരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ അഭിനയത്തിനാണ് പുരസ്കാരം. പുരസ്കാരവും ടാപ്പി നൽകുന്ന സമ്മാനവും നടി KPAC ലീല നൽകി.
പ്രശംസാപത്രം മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള നൽകി. കേരള വിഷൻ നൽകുന്ന ഉപഹാരം MT പ്രജീഷ് അച്ചാണ്ടിയും സമ്മാനിച്ചു. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലിലെ KPSC സജ്ജനാണ് ഞങ്ങളുടെ മികച്ച സഹനടനായിട്ട് ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. KPSC സജി സാറാണ് ഞങ്ങളുടെ മികച്ച സഹനടനായിട്ട് ഞങ്ങളിവിടെ തെരഞ്ഞെടുക്കുന്നത്. ലീല ചേച്ചിയാണ് അവാർഡ് നൽകുന്നത്. ടാപ്പി നൽകുന്ന ഉപഹാരം ലീല ചേച്ചി സമർപ്പിക്കുന്നു. പ്രശംസാപത്രം സമ്മാനിക്കുന്നത് CN വത്സലൻ പിള്ളയാണ്. മിൽമ എറണാകുളം മേഖല യൂണിയൻ ചെയർമാനാണ്. കേരള വിഷൻ ഉപഹാരം സമർപ്പിക്കുന്നത് പ്രജീഷ് അച്ചാണ്ടിയാണ്. ഞങ്ങളുടെ കേരള വിഷൻ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. വളരെ സന്തോഷമായി ചേച്ചിയെ കൊണ്ട് തന്നെ ഈ അവാർഡ് എനിക്ക് നൽകിച്ചതിന്. കാരണം ഞാനൊരു KPSC പ്രൊഡക്റ്റാണ്. ബാസാറുണ്ടായിരുന്നപ്പോൾ തന്നെ സായികുമാർ പോയതിനു ശേഷം ഞാൻ പ്രധാന വേഷങ്ങൾ ചെയ്യാൻ KPSCയിലെത്തുകയും അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റായിരുന്ന ചേച്ചി കൊണ്ട് എനിക്ക് തന്നതിൽ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വൈകാതെ സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അതിനുള്ള നന്ദി ഞാൻ കേരള വിഷനോട് അറിയിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂ എന്ന സീരിയലിലെ അഭിനയത്തിനാണ് എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്രൂവിനും ഡയറക്ടർക്കും എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് എൻ്റെ ഗുരുനാഥനും കൂടി ഞാൻ സമർപ്പിക്കുന്നു. പ്രശാന്ത് സാറിനോട് സമർപ്പിക്കുന്നു. നമസ്കാരം. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡിൽ മികച്ച സീരിയലായി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ കൺമണി തിരഞ്ഞെടുക്കപ്പെട്ടു. സൂപ്പർ കൺമണി പ്രൊഡ്യൂസർ സിബി ചാവറ, സംഗീത സംവിധായകൻ ഔസേപ്പച്ചിൽ നിന്നും മൊമെന്റോയും ടാപ്പി നൽകുന്ന ഉപഹാരവും ഏറ്റുവാങ്ങി. സെൽസർ പോളിമർ മാനേജിംഗ് ഡയറക്ടർ ടോണി P. ജോൺ പ്രശംസാപത്രം നൽകി. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കേരള വിഷന്റെ ഉപഹാരം നൽകി. സീരിയലിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവാർഡ് സമർപ്പിക്കുന്നുവെന്ന് സിബി ചാവറ പറഞ്ഞു. മഴവിൽ മനോരമയുടെ സൂപ്പർ കൺമണി എന്നതാണ് ഞങ്ങളുടെ മികച്ച സീരിയലായി കേരള വിഷൻ ഞങ്ങളുടെ അമൃതവേണി ടെലിവിഷൻ അവാർഡ്സിൽ ഇക്കുറി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ കൂടിയായ സിബി ചാവറ അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ഒപ്പം തന്നെ മിസ്റ്റർ ടോണി P. ജോൺ, ദ മാനേജിംഗ് ഡയറക്ടർ, ഞങ്ങളുടെ ഇന്നത്തെ ക്ലയൻസിലൊന്നായ സീസോ പോളിമേഴ്സ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ മിസ്റ്റർ ഷുക്കൂർ കോളിക്കര, ദ ഡയറക്ടർ ഫോർ ദ കേരള വിഷൻ ന്യൂസ്, എന്നിവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ സൂപ്പർ കൺമണിയാണ് ഞങ്ങളുടെ മികച്ച സീരിയലായി കുറി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മഴവിൽ മനോരമ സംരക്ഷണം ചെയ്യുന്ന ഞങ്ങളുടെ സൂപ്പർ കൺമണി, അതിന്റെ പ്രൊഡ്യൂസർ സിബി സാറാണ് ഞങ്ങളുടെ അവാർഡ്സ് ഇവിടെ ഏറ്റുവാങ്ങുന്നത്. ആദ്യമായി തന്നെ മഴവിൽ മനോരമയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു, ഇങ്ങനൊരു സീരിയൽ ടെലികാസ്റ്റ് ചെയ്യാൻ അവസരം തന്നതിന്. അതുപോലെ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച സീരിയലിനുള്ളൊരു അവാർഡ് തിരഞ്ഞെടുത്തതിന് കേരള വിഷൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കൂടാതെ ഈ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് വയ്ക്കുന്ന ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന അതിൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇടവേള. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. It's okay. അത് ശരി, കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി
വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. Kavita Gold and Diamonds, the versatile jewelry. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Hurix Google TV by CJ Smart. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Aquila Finance, the legacy of trusted service since 1995. Nisra Gold and Diamonds, Kalpaga Building, Bypass Road, Kondoti. Make this a solar-powered Christmas with a light pudding cakes. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ നാടകീയ സംഭവങ്ങൾ. പലയിടത്തും കാലുമാറ്റവും അട്ടിമറികളും. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPക്ക് പിന്തുണ നൽകി 8 അംഗങ്ങൾ. DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. തിരുവനന്തപുരം, പാങ്ങോട്, പത്തനംതിട്ട, കോട്ടങ്ങൽ പഞ്ചായത്തുകളിൽ SDPI പിന്തുണയിൽ ജയിച്ച UDF പ്രസിഡന്റുമാർ രാജിവെച്ചു. തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ ജയിച്ച പ്രസിഡന്റിന് രാജിവെക്കാൻ കോൺഗ്രസ് നിർദ്ദേശം. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിനായി നിജി ജസ്റ്റിൻ പണം നൽകിയെന്ന ആരോപണത്തിൽ ഉറച്ച് ലാലി ജെയിംസ്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടു. പണമില്ലാത്തതിനാൽ നൽകാൻ കഴിഞ്ഞില്ലെന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത കൗൺസിലർ ലാലി ജെയിംസ്. ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്ന് നിജി ജസ്റ്റിൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ചിത്രം പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N. സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് സുബ്രഹ്മണ്യൻ. CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇച്ഛാശക്തി കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന് VD സതീശൻ. പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? പേടിപ്പിക്കാനൊന്നും വരണ്ട, ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും പിന്തിരിഞ്ഞു പോവില്ല. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയെന്ന് KC വേണുഗോപാൽ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ D. മണിയുടെ പങ്ക് തെളിയിക്കാൻ SIT. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ ദിണ്ടിഗലിലെ വ്യാപാരി വ്യവസായി. മണിയെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങിയ SIT. ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും.
പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ കെ ശേഖർ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ വസതിയിൽ. വിട പറഞ്ഞത് മൈ ഡിയർ കുട്ടിച്ചാത്തനിലൂടെ വിസ്മയം തീർത്ത കലാ സംവിധായകൻ. ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി മണ്ഡലപൂജ. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് നട ഇന്ന് അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി 30-ന് നട തുറക്കും. മണ്ഡലകാലത്ത് ദർശനം നടത്തിയത് 30 ലക്ഷത്തിലധികം പേർ. മണ്ഡലകാലത്ത് റെക്കോർഡ് വരുമാനം. ഇതുവരെ ലഭിച്ചത് 332.77 കോടി രൂപ. RSSനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാകുന്നത് RSSന്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ. RSSന്റെ സംഘടനാ ബലമിതെന്നും കോൺഗ്രസ് നേതാക്കളെ പരാമർശിച്ച് ദിഗ്വിജയ് സിംഗിന്റെ പോസ്റ്റ്. LK അദ്വാനിയും അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ് തന്റെ അറസ്റ്റെന്ന് N സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾക്കെതിരായി കേരളത്തിലെ കോൺഗ്രസും UDFും നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എന്നെ പോലുള്ള 10,000-കണക്കിന് ആളുകൾ മുന്നിൽ നിൽക്കും. ഈ സ്വർണ്ണക്കൊള്ളക്കാരെ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിൽ പോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. രാവിലെ കോഴിക്കോട് കുന്നമംഗലം ചെത്തുകടവ് റോഡിലെ വീട്ടിലെത്തിയാണ് ചേവായൂർ പോലീസ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. അപ്പോഴേക്കും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും UDF നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കേരളത്തിലെ ഗവൺമെന്റിന്റെ CPIന്റെയും പ്രതിഷേധം കനത്തതോടെ പോലീസ് സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR നിയമവിദഗ്ധരുടെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. FIRൽ ചിത്രം പങ്കുവച്ചു എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പേരിൽ എങ്ങനെയാണ് കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തതെന്ന ചോദ്യവും നിയമവിദഗ്ധരിൽ നിന്നും ഉയർന്നിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. N സുബ്രഹ്മണ്യനെതിരായ പോലീസ് നടപടി കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. AI ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് CPIM ആണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുത്താനെന്നും VD സതീശൻ ചോദിച്ചു. രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ അടക്കം എത്ര പേർ പരാതി നൽകി? ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ വരെ ഉൾപ്പെടുത്തി AI വീഡിയോ പ്രചരിപ്പിക്കുന്നു. യൂട്യൂബർമാർക്ക് പണം നൽകി പലതും പറയിപ്പിക്കുന്നെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നെ AI ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യണ? ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന CPM ആണ്. AI ടൂൾ ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി, ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് അവിടെ CPM ഇടുന്നു. CPMന്റെ സൈബർ ഇതില്ലേ ഒരു പരാതിയില്ലല്ലോ, ഒരു കേസ് കൊടുത്തില്ലല്ലോ. ലൈംഗിക ചുവയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് CPM. എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങള് പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും പിന്തിരിഞ്ഞു പോവില്ല. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് കേരളത്തിലെ സർക്കാരിന്റേതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സുബ്രഹ്മണ്യന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ പോലീസ് കാണിച്ചത് കാട്ടുനീതിയാണ്. കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയന് മാത്രമേ പരിരക്ഷ ലഭിക്കൂ എന്ന അവസ്ഥയാണുള്ളത്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ചിത്രം പ്രചരിപ്പിക്കുന്നതിൽ പോലീസ് കേസെടുക്കാത്തത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ്.
കേരളത്തിലെ സർക്കാരിന് സമീപനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ്. ഇപ്പോൾ ആകെ പരിരക്ഷയുള്ളത് പിണറായി വിജയന് മാത്രമാണ് കേരളത്തിൽ. പുലമ്പണ്ണിൻ്റെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് കാണിച്ചിരിക്കുന്നത് കാട്ടുനീതിയാണ് എന്നുള്ളൊരു സംശയമില്ല, ഇരട്ടത്താപ്പാണെന്നൊരു സംശയമില്ല. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദിണ്ടിഗലിലെ വ്യാപാര വ്യവസായി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയ SIT. ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും SITയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെന്നും മണി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിൽ ഒരു ബിസിനസ്സും തനിക്കില്ല, ചെറിയ ബിസിനസ് മാത്രമാണ് തനിക്കുള്ളത്. തന്നെ വേട്ടയാടരുത്, എന്തിനാണ് അന്വേഷണം എന്ന് തന്നെ അറിയില്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു സാധാരണക്കാരനാണ്, തനിക്ക് ഒരു തരത്തിലുള്ള സ്വർണ്ണ വ്യവസായവും ഇല്ലെന്നും മണി പറഞ്ഞു. എന്നാൽ മണി പറയുന്നതെല്ലാം SIT മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. മണിക്ക് പിന്നാലെ ഒരു ശൃംഖലയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. സ്വർണ്ണപ്പാളി വിവാദത്തിന് തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാഷ്ട്രീയ നേതാക്കളുമായുള്ള ചിത്രങ്ങളെ ചൊല്ലിയുള്ള വിവാദം ശക്തി പ്രാപിക്കുകയാണ്. രാഷ്ട്രീയപരമായ ആരോപണം ഉന്നയിക്കാനാണ് CPIM-ഉം കോൺഗ്രസും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഉന്നത നേതാക്കന്മാരുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി, എങ്ങനെ സൗഹൃദം സ്ഥാപിച്ചു എന്നതിൽ ഇപ്പോഴും ഉത്തരമില്ല. D. ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങൾ. ഒരു ചിത്രം സോണിയാഗാന്ധിക്കൊപ്പം ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, MP-മാരായ ആന്റോ ആന്റണി, അടൂർ പ്രകാശ് എന്നിവർ നിൽക്കുന്ന ചിത്രം. രണ്ടാമത്തേത് ഒരു ആംബുലൻസിനെ അല്ലെങ്കിൽ ആംബുലൻസ് ശബരിമലയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു പ്രമുഖ ജ്വല്ലറി സംഭാവന ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രം. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ നിൽക്കുന്നു. ഈ 2 ചിത്രങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസും CPIM-ഉം തമ്മിലുള്ള വിവാദം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും അതിനിപ്പോൾ പുതിയ തലങ്ങളും പുതിയ മാനങ്ങളും വന്നിരിക്കുന്നു. CPIM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഈ ആരാണോ ആംബുലൻസ് സ്പോൺസർ ചെയ്തത് അവർ ക്ഷണിച്ചത് പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റിന് മുന്നിലെത്തിയതും അവിടെയാണ് ഈ ആംബുലൻസ് ഏറ്റുവാങ്ങിയതുമൊക്കെ. ആ ചിത്രങ്ങളിൽ നിന്നും അതിൻ്റെ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു ദൃശ്യമുണ്ട്. ഈ ആംബുലൻസ് ഏറ്റുവാങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ച് അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് വണങ്ങുന്നു. അത് കണ്ട് മുഖ്യമന്ത്രിയും ഒന്ന് കൈയെടുത്ത് തൊഴുത് മുമ്പോട്ടേക്ക് പോകുന്നു. അതിനിടയിൽ സംസാരം ഒന്നും നടക്കുന്നതുമില്ല. പക്ഷെ അതല്ല, അത് കോൺഗ്രസ് പറഞ്ഞത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അവർ കുശലം പറയുന്ന തരത്തിലുള്ള ചിത്രമാണ് പുറത്തേക്ക് വന്നത്. അത് പുറത്തുവിട്ടത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സുബ്രഹ്മണ്യമായിരുന്നു. അതിനെ ഏറ്റുപിടിച്ച് UDF കൺവീനർ അടൂർ പ്രകാശും ഒപ്പം ചേർന്നു. എന്തായാലും ഈ ചിത്രങ്ങളുടെ വിവാദങ്ങൾ വലിയ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം ഉറപ്പായി പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ CPIM ഉയർത്തുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്ന് ഈ ചിത്രം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും 2 പേരും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. സാധാരണഗതിയിൽ ഒരു നേതാവിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു നേതാവിന് സോണിയാഗാന്ധി കാണണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ തന്നെ അവരെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതിയും അനുവാദവുമൊക്കെ വാങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാർ തന്നെ പോയാൽ തന്നെയും അവിടെ ന്യൂഡൽഹിയിലെത്തി അവരെ പുറത്ത് കേരള ഹൗസിലൊക്കെ തങ്ങിയതിന് ശേഷം എത്രയോ ദിവസങ്ങളും മണിക്കൂറുകളും കാത്തിരുന്നാണ് സോണിയാഗാന്ധിയുമായുള്ള ചർച്ചകൾ നടത്താറുള്ളത്. പക്ഷേ എങ്ങനെ ഈ 2 പേരും, അതായത് ഗോവർദ്ധനും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് CPIM ഇത്തരത്തിൽ ഒരു വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവരത് ചോദിക്കുന്നതിലും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ തലങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഒപ്പം നിൽക്കുന്നത് ആന്റോ ആന്റണി MP-യും മറ്റ് അടൂർ പ്രകാശ് MP-യുമാണ്. ഇവർ 2 പേരും അറിയാതെ, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമുന്നത നേതാവിനെ കാണുവാൻ ഇവർ 2 പേരും അകത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളത് അവർ CPIM ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആ വിവാദത്തിൽ കഴമ്പുകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിന് ന്യായീകരിക്കുവാനുള്ള തീവ്ര ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു ശ്രമം നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ
ഈ വിഷയം ഉയർന്നു വന്നതും ആ വിഷയത്തെ ചൊല്ലി മുഖ്യമന്ത്രി അതിനെ കൃത്യമായത് പറയുകയും ചെയ്തു. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒരു സൗഹൃദവുമില്ല. അതിന് തെളിവായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവാദമായ ഒരു ചിത്രം. ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് അത് വിശദീകരിക്കുവാൻ CPIM തയ്യാറായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ആംബുലൻസ് ഏറ്റുവാങ്ങിയതിന് ശേഷം ആംബുലൻസിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയതിന് ശേഷം അദ്ദേഹം നേരെ വാഹനത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊഴുതുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ട് പിറകെ പോകാൻ ശ്രമം നടത്തുന്നെങ്കിലും സംസാരിക്കുന്നതായി ആ വീഡിയോയിൽ എങ്ങും തന്നെയില്ല. അപ്പോൾ ഈ പരാമർശങ്ങൾ വലിയ തരത്തിൽ ഉയർന്നു വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രങ്ങളുടെ പേരിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ജയിലിലായി കഴിഞ്ഞു. പുതുതായി കുറേ ആളുകളെ കൂടി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേതാക്കന്മാരെ വലിയ തരത്തിൽ വിമർശിക്കുന്ന രീതിയിലുള്ള AI ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സത്യമെന്ത് അല്ലെങ്കിൽ അസത്യമെന്ത് എന്നുള്ളതൊന്നും വ്യക്തമായി അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം ചിത്രങ്ങളുടെ മേലുള്ള ചർച്ച ഇന്ന് കേരളത്തിൽ വലിയ തരത്തിൽ ചൂടുപിടിക്കുന്നു. ഒപ്പം കേരളത്തിൽ മാത്രമല്ല രാഷ്ട്രീയം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ചിത്രങ്ങൾ ചൂടുപിടിച്ച് കയറുകയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശേഷമാണ് ഇത്രയും ചൂട് പിടിക്കുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ ചിത്രം പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഇവർ തങ്ങളുള്ള സൗഹൃദം ഉണ്ട് എന്ന് പറയുന്ന തരത്തിൽ അല്ല മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടതിനെക്കുറിച്ച് വലിയ തരത്തിൽ വിവാദമാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി ചിത്രവും തിരിച്ചടിച്ചുകൊണ്ട് അടുത്ത വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള വിവാദങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? പക്ഷേ ഇവിടുത്തെ സൗഹൃദങ്ങൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അധികാര കേന്ദ്രങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. സോണിയാഗാന്ധിയെ പോലെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടന്നുകൂടി ഇത്തരത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ അയാൾക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അല്ലെങ്കിൽ ഉന്നതരുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ആള് അല്ലെങ്കിൽ ഈ കള്ളൻ, ഈ കാപട്യക്കാരൻ, ഇയാൾ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതിലൂടെ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി ഇത്തരം ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സോണിയാഗാന്ധിയും ഒക്കെ നിൽക്കുന്ന വേദികളിലേക്ക് ഇയാൾ എത്താൻ ശ്രമിക്കുന്നത്? അത് തെറ്റല്ലേ? അത് അല്ലെങ്കിൽ അവിടേക്ക് കടന്നുകൂടാൻ എന്താണ് ഒരു അവസരം? ആരാണ് കൊടുക്കുന്നത് ഈ അവസരങ്ങൾ, ഈ സാഹചര്യങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ കള്ളന്മാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുമ്പോൾ എന്തായാലും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമുക്കൊന്നും ഒരിക്കൽ പോലും മറച്ചു വയ്ക്കാൻ കഴിയാത്തൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ കാര്യത്തിലുമായ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കള്ളന്മാർ അടുത്ത് നിൽക്കുന്നത് കണ്ടാൽ അത് ആരായാലും ചോദ്യം ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം ആളുകളെ നേരത്തെ തന്നെ തിരിച്ചറിയുവാനും ഇവരുടെ വൈതാളികന്മാരായി കൂടെ നടക്കുന്ന ആളുകളെക്കുറിച്ച് വ്യക്തമായൊരു വിവരം കിട്ടിയാൽ അത് മറച്ചു വയ്ക്കാതെ പുറത്തു പറയാനും ഇവരൊക്കെ തയ്യാറാവണം. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്നവർ. ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ സോണിയാഗാന്ധിക്കും ഒന്നും ഒരു ബന്ധമില്ല. പക്ഷേ ഇവരുടെ അടുത്തേക്ക് എത്തിക്കാൻ, ഇവരെ കാണിക്കുവാൻ, ഇവരുടെ സമീപത്തെ കൊണ്ടുചെല്ലാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളാണ് അമ്പെ പരാജയപ്പെടുത്തേണ്ടത്. അതില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. വാർത്തകൾ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നാളെ ഇടതുമുന്നണിയുടെ യോഗം ചേരുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇടതുമുന്നണിയുടെ യോഗം ചേരുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇടതുമുന്നണിയുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകാനും സാധ്യതയുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇടതുമുന്നണിയുടെ യോഗം ചേരുക. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്കുകളൊക്കെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗം ചേരുന്നു എന്നൊരു വാർത്ത ലഭിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്താണ് ഇടതുമുന്നണി യോഗം ചേരുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ യോഗം ചേരും.
വീണ്ടും വരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട ഇടപ്പരിയാരത്ത് സൈക്കിൾ നിയന്ത്രണം വിട്ട് 14-കാരൻ മരിച്ചു. ഇടപ്പരിയാരം സ്വദേശി ബിജോയ് ഭവന്താണ് മരിച്ചിരിക്കുന്നത്. സൈക്കിളിന്റെ നിയന്ത്രണം വിട്ടാണ് 14-കാരൻ മരിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ഇടപ്പരിയാരത്താണ് സൈക്കിൾ നിയന്ത്രണം വിട്ട് 14-കാരൻ മരിച്ചിരിക്കുന്നത്. ഇടപ്പരിയാരം സ്വദേശി ബിജോയ് ഭവന്താണ് 14 വയസ്സുകാരനാണ്. സൈക്കിൾ നിയന്ത്രണം വിട്ടാണ് 14-കാരൻ മരിച്ചിരിക്കുന്നത്. ബിജോയ് ഭവന്താണ് മരിച്ചത്. പത്തനംതിട്ടയിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. പത്തനംതിട്ട ഇടപ്പരിയാരത്താണ് സൈക്കിൾ നിയന്ത്രണം വിട്ട് 14-കാരൻ മരിച്ചത്. ഇടപ്പരിയാരം സ്വദേശി ബിജോയുടെ മകൻ ഭവന്താണ് മരിച്ചത്. 14 വയസ്സ് മാത്രമേ ഭവന്തിന് പ്രായമുള്ളൂ. സൈക്കിൾ നിയന്ത്രണം വിട്ടാണ് 14-കാരനായ ഭവന്ത് മരിച്ചിരിക്കുന്നത്. മലപ്പുറം ചെമ്മാട് മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച ഓഫറുകളും ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയുമാണ് ഉദ്ഘാടന ദിനത്തിൽ മൈജി ചെമ്മാടിന് സമ്മാനിച്ചത്. ₹10 ലക്ഷം ബമ്പർ സമ്മാനവുമായി എത്തുന്ന ക്രിസ്മസ് ബമ്പർ ഓഫറിൽ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും ഉദ്ഘാടന ദിനത്തിൽ ചെമ്മാട് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിരുന്നു. ആദ്യത്തെ 3 മണിക്കൂറിൽ ഷോറൂം സന്ദർശിച്ചവരിൽ 3 പേർക്ക് നറുക്കെടുപ്പിലൂടെ TV സമ്മാനമായി നൽകി. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്നിവയ്ക്കൊപ്പം റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV, AC, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സെക്യൂരിറ്റി സിസ്റ്റംസ് എന്നിവയുടെ വലിയ കളക്ഷനുള്ള വിശാലമായ ഷോറൂമാണിത്. ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ചെമ്മാട് ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും കുറഞ്ഞ വിലകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മൈജി സെയിൽസ് ആൻഡ് സർവീസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രതീഷ് കുട്ടത്ത് പറഞ്ഞു. മറ്റാരേക്കാൾ നൽകുന്നത് ഏറ്റവും നല്ല ഓഫേഴ്സ് കൊടുത്തുകൊണ്ടാണ് ചെമ്മാട്ടിലേക്ക് മൈജി ഫ്യൂച്ചർ കടന്നു വന്നിരിക്കുന്നത്. വിവിധ ഫൈനാൻസുകളുടെ EMIയും അതുപോലെ എല്ലാ ഫൈനാൻസ് സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെമ്മാട്ടിലുള്ള എല്ലാ ജനങ്ങളും നമ്മുടെ ഈ സ്റ്റോർ സന്ദർശിക്കുക. ഈ ഒരു ന്യൂ ഇയറിൻ്റെ എല്ലാം ആഘോഷങ്ങളുടെ കൂടെയാണ് നമ്മൾ ഈ ചെമ്മാട്ടിലേക്ക് ഈ മൈജി ഫ്യൂച്ചർ കടന്നു വരുന്നത്. മൈജിയുടെ വളർച്ച അഭിമാനത്തോടെയാണ് കാണുന്നതെന്ന് ഗായകൻ ഹനാൻ ഷായുടെ വാക്കുകൾ. ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് എന്ന് കേട്ടു. സോ അതും എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഈ മൈജി ഫ്യൂച്ചറിന് ചെമ്മാട്ടിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ഷോറൂമിനും മൊബൈൽ ഷോറൂമിനും എല്ലാവിധ ആശംസകളും. വിപണിയിൽ 20 വർഷങ്ങൾ പിന്നിടുകയാണ് മൈജി. 150-ലധികം ഷോറൂമുകളും 1 കോടിയിലധികം ഉപഭോക്താക്കളുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കായി മൈജി മാറി. സംസ്ഥാനത്ത് കൂടുതൽ ഫ്യൂച്ചർ ഷോറൂമുകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൈജി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. നെല്ല് സംഭരണ വിഷയത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പിനെയും മന്ത്രിയെയും വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ ഒരാളുമില്ലെന്ന് വെള്ളാപ്പള്ളി. തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്ന മന്ത്രിക്ക് കുട്ടനാട്ടുകാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. ഒരു സപ്ലൈസ് മന്ത്രിയുടെ സിവിൽ സപ്ലൈസ് ഇത്രയും പരാജിതനായ മന്ത്രി ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുകയാണ്. കുട്ടനാടിൻ്റെ ദുഃഖം പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകില്ല. അവിടെ വന്ന് ഇവിടെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇവരെന്ത് കർമ്മം ചെയ്തു? എന്ത് ധർമ്മം ചെയ്തു?
തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. നിരവധി അനവധി സമ്മാനങ്ങളുമായി കേരളം കാത്തിരിക്കുന്ന ബമ്പർ ഇതാ എത്തിക്കഴിഞ്ഞു. മൈജി ക്രിസ്മസ് ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒരു ഭാഗ്യശാലിക്ക് ഏറ്റവും കുറഞ്ഞ ക്രിസ്മസ് വിലയിൽ ഷോപ്പ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. മൈജി ക്രിസ്മസ് ബമ്പർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. വാർത്തകൾ തുടർന്നു. RSSനെ പുകഴ്ത്തി എക്സൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ വിവാദത്തിലായി മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ്. LK അദ്വാനിയും അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിക്കുന്ന ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത്. RSSൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകുന്നത്. അതാണ് RSSന്റെ സംഘടനാ ബലമെന്നുമുള്ള കുറിപ്പോടുകൂടിയാണ് ചിത്രം പങ്കുവച്ചത്. എങ്ങനെയാണ് RSSന്റെ അടിത്തട്ടിലുള്ള സ്വയം സേവകനും ജനസംഘത്തിന്റെ പ്രവർത്തകനും തറയിലിരുന്നു കൊണ്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയതെന്ന് നോക്കൂ എന്ന് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജയറാം രമേശ് എന്നിവരെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ചിത്രം വിവാദമായതോടെ വിശദീകരണവുമായി ദിഗ്വിജയ് സിംഗ് മുന്നോട്ട് വന്നു. താൻ RSS സംഘടനാ സംവിധാനത്തെയാണ് പുകഴ്ത്തിയതെന്നും RSS വിരോധിയായി തന്നെ തുടരുമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരിൽ അർഹരുടെ പേര് ചേർക്കാൻ നടപടിയുമായി സർക്കാർ. നടപടിക്രമങ്ങളുടെ ഭാഗമായി വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. ഓരോ ഹെൽപ്പ് ഡെസ്കിലും 2 ഉദ്യോഗസ്ഥർ വീതമുണ്ടാകും. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ യജ്ഞം തുടങ്ങാനും നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്കാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതല. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ കമ്പനി സിഇഒക്കെതിരെ നടപടിക്കൊരുങ്ങി കേന്ദ്രം. മാനേജ്മെന്റ് തലത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് DGCA റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻഡിഗോ കമ്പനിക്കെതിരെ കനത്ത പിഴ ഈടാക്കാനും നീക്കം. ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടിയുണ്ടാകുമെന്നാണ് വിവരം.
കുവൈറ്റിൽ കബ്ദ് പ്രദേശത്ത് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് സംയുക്ത സുരക്ഷാ പരിശോധന. നിയമലംഘകർക്കെതിരെ കർശനമായ നടപടികളുമായി ആഭ്യന്തര മന്ത്രാലയം. ജനങ്ങളുടെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി പൊതുസുരക്ഷാ കാര്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഹമീദ് അൽ ദവാസിന്റെ മേൽനോട്ടത്തിൽ ജഹറ ഗവർണറേറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്ടർ, കുവൈത്ത് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചും ജഹറ ഗവർണറേറ്റ് സെക്യൂരിറ്റി ഡയറക്ടേഴ്സ് പ്രതിനിധീകരിക്കുന്ന സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് സെക്ടറിന്റെ പങ്കാളിത്തത്തോടെയും കബ്ദിലെ മരുഭൂമി പ്രദേശങ്ങളിൽ സമഗ്രമായ സംയുക്ത സുരക്ഷാ ക്യാമ്പയിൻ നടത്തി. നിയമലംഘകരെ പിടികൂടുന്നതിനും സംസ്ഥാനത്തിലെ സ്വത്തിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി പതിവായി ഫീൽഡ് ക്യാമ്പയിനുകൾ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സംയോജിത സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണിത്. ഈ ക്യാമ്പയിൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന നിരവധി അനധികൃത ക്യാമ്പുകൾ നീക്കം ചെയ്യുന്നതിനും കാരണമായി. നിയമലംഘകർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. കണ്ടുകെട്ടിയ എല്ലാ വസ്തുക്കളും ബന്ധപ്പെട്ട അധികാരികൾക്ക് അയച്ചു. തുടർച്ചയായി ഇനിയും ഇത്തരം സംയുക്തമായ സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. സുരക്ഷയെയും പൊതു ക്രമസമാധാനത്തെയും ബാധിക്കുന്ന ഏതൊരു ലംഘനങ്ങളെയും കർശനമായി കൈകാര്യം ചെയ്യുന്നത് തുടരുകയും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രൻസ്, അപർണദാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഡിയർ ജോയ് എന്ന ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ ഗാനം പുറത്ത്. KS ചിത്ര ആലപിച്ച നെഞ്ചോരം കൊഞ്ചന എന്നാരംഭിക്കുന്ന ഗാനമാണ് റിലീസായത്. ജോണി ആന്റണി, ബിജു സോപാനം, നിർമ്മൽ പാലാഴി, കലാഭവൻ നവാസ്, മീര നായർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രദീപ് നായകനായെത്തിയ ചിത്രം എക്കോ OTT-യിലേക്ക്. ചിത്രം ഡിസംബർ 31 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. നവംബർ 21 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. സൗരഭ് സച്ദേവ്, വിനീത്, നരേൻ, അശോകൻ, ബിനു, പപ്പു, ശ്രീലക്ഷ്മി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റിയൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്ത പച്ച ദ റിംഗ് ഓഫ് റൌഡീസ് എന്ന ചിത്രത്തിലെ വിശാഖ് നായർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ ചെറിയാൻ എന്ന കഥാപാത്രമായാണ് താരമെത്തുന്നത്. തന്റെ ലോകത്ത് താൻ മാത്രമാണ് കേന്ദ്ര ബിന്ദു എന്ന് വിശ്വസിക്കുന്ന അതിരുകടന്ന ആത്മവിശ്വാസമുള്ള കഥാപാത്രമായാണ് ചെറിയാൻ വരുന്നതെന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത്. ചിത്രം 2026 ജനുവരി 22 തിയേറ്ററുകളിലെത്തും. മറ്റു വാർത്തകൾ നോക്കാം. നിയമലംഘനങ്ങൾ നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റിൽ 15 സ്വകാര്യ ഫാർമസികൾ അടച്ചുപൂട്ടി. കൂടാതെ അവയുടെ പ്രവർത്തന ലൈസൻസും പരസ്യങ്ങളും റദ്ദാക്കാനും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി ഉത്തരവിട്ടു.
ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഭക്ഷ്യ നിയന്ത്രണ സമിതികൾ നടത്തിയ വിപുലമായ പരിശോധനാ ക്യാമ്പയിനുകളെ തുടർന്നാണ് നടപടി. ബാധിത സ്ഥാപനങ്ങളിലെ ലൈസൻസ് ഉടമകളും ഫാർമസിസ്റ്റുകളും നടത്തിയ നിരവധി സാങ്കേതികവും ഭരണപരവുമായ ലംഘനങ്ങൾ പരിശോധനാ സംഘങ്ങൾ കണ്ടെത്തിയതായി മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ തയ്യാറെടുപ്പുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിതരണത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായ അനുചിതമായ മരുന്ന് വിതരണ നടപടിക്രമങ്ങളും രീതികളും ഉൾപ്പെടുന്നു. അത്തരം ലംഘനങ്ങൾ പ്രൊഫഷണൽ സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും ഉപഭോക്തൃ അവകാശങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്നും മരുന്ന് സുരക്ഷ, ഗുണനിലവാരം, രോഗിയുടെ സുരക്ഷ എന്നിവയ്ക്ക് നേരിട്ട് അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. കുറ്റകരമായ ഫാർമസികളുമായി ബന്ധപ്പെട്ട എല്ലാ ലൈസൻസ് ഇല്ലാത്ത പരസ്യങ്ങളും അവ എഴുത്ത്, ഓഡിയോ, ദൃശ്യ എന്നിവയായാലും ഉടനടി നീക്കം ചെയ്യുന്നതിനും മന്ത്രിതല തീരുമാനങ്ങൾ ഉൾപ്പെടുന്നു. ഔഷധ പരസ്യങ്ങളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറയുകയും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ചാനലുകൾക്ക് പുറത്തും മരുന്ന് ഉൽപ്പന്നങ്ങളുടെ പ്രചരണം കർശനമായി നിരോധിക്കുകയും ചെയ്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. ഈ ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. മണ്ഡലകാലത്തിന് പരിസമാപ്തിയെക്കുറിച്ച് ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു. രാവിലെ 10:10-നും 11:30-നും ഇടയിലായിരുന്നു മണ്ഡലപൂജ. മണ്ഡലപൂജയോട് അനുബന്ധിച്ച് സന്നിധാനത്ത് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 35,000 പേർക്കായിരുന്നു വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുമതി. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വീണ്ടും ശബരിമല നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. അതേസമയം മണ്ഡലകാലത്ത് 332.77 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. മണ്ഡലകാലം തുടങ്ങിയ ശേഷം 30 ലക്ഷത്തിലധികം പേരാണ് സന്നിധാനത്തെത്തിയത്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,730 രൂപ, പവന് 85,840 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്, പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർക്ക് ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം.
നിരവധി അനവധി സമ്മാനങ്ങളുമായി കേരളം കാത്തിരിക്കുന്ന ബമ്പറിത എത്തിക്കഴിഞ്ഞു. മൈജി ക്രിസ്മസ് ബമ്പർ. ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒരു ഭാഗ്യശാലിക്ക് ഏറ്റവും കുറഞ്ഞ ക്രിസ്മസ് വിലയിൽ ഷോപ്പ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. മൈജി ക്രിസ്മസ് ബമ്പർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്. 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. വാർത്തകൾ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തായ്വാനിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തായ്വാന്റെ വടക്ക് കിഴക്കൻ പ്രദേശമായ തീരദേശ നഗരമായ ഇലാനിലാണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. തായ്വാനിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. തായ്വാന്റെ വടക്ക് കിഴക്കൻ തീരദേശ നഗരമായ ഇലാനിലാണ് ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. തലസ്ഥാനമായ തായ്പേയിലും ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങി. ഇലാൻ നഗരത്തിൽ നിന്നും 32 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബുധനാഴ്ച 6.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ശേഷം ഈ ആഴ്ച ദ്വീപിലുണ്ടായ രണ്ടാമത്തെ വലിയ ഭൂകമ്പമാണിത്. വടക്ക് കിഴക്കൻ തീരദേശ നഗരമായ ഇലാനിൽ റിക്ടർ സ്കെയിൽ 7.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച 6.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ശേഷം ദ്വീപിലുണ്ടായ രണ്ടാമത്തെ വലിയ ഭൂകമ്പമാണിത്. 2 ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനത്തിനടുത്താണ് തായ്വാൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത്. 7.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. 2016 തെക്കൻ തായ്വാനിലുണ്ടായ ഭൂകമ്പത്തിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. 1999 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 2000-ലധികം പേർ മരിച്ചിരുന്നു. ഭൂകമ്പ സാധ്യതയുള്ള ഒരു ഭാഗത്താണ് വീണ്ടും ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. 7.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് തായ്വാനിൽ ഉണ്ടായിരിക്കുന്നത്. തായ്വാന്റെ വടക്ക് കിഴക്കൻ തീരദേശ നഗരമായ ഇലാനിലാണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ഇലാൻ നഗരത്തിൽ നിന്നും 32 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബുധനാഴ്ചയും ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അത് 6.9 തീവ്രത മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ദ്വീപിലുണ്ടാകുന്ന രണ്ടാമത്തെ വലിയ ഭൂകമ്പമാണിത്. കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച സംവിധായകനായി ശ്രീജിത്ത് പലേരിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. സൂര്യ ടിവിയിലെ മാംഗല്യം തന്തുനാനൻ എന്ന സീരിയലിലെ സംവിധാനത്തിനാണ് പുരസ്കാരം. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പുരസ്കാരവും ടാപ്പി നൽകുന്ന ഉപഹാരവും നൽകി. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CEO മുഹമ്മദ് ഷാഫി പ്രശംസാപത്രം കൈമാറി. ശ്രീജിത്ത് പലേരിയാണ് മാംഗല്യം തന്തുനാനേന എന്ന സൂര്യ ടിവിയുടെ പരമ്പരയ്ക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ഞങ്ങളിവിടെ ഇതാ നൽകുന്നത്. ഔസേപ്പച്ചൻ സാറാണ് ഞങ്ങളുടെ മെമ്മൻറ്റോ നൽകുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ടാപ്പി നൽകുന്ന ഗിഫ്റ്റും ഔസേപ്പച്ചൻ സാറാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഉപഹാര സമർപ്പണം കൂടാതെ തന്നെ ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് ഞങ്ങളിവിടെ ഇതാ നൽകുകയാണ്. ഇത്രയും ജനകീയമായ കേരള വിഷൻ്റെ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
കേരള വിഷനുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം വോട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉള്ള നന്ദിയും കൂടി അറിയിക്കുകയാണ്. മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന പരമ്പരയിലൂടെയാണ് എനിക്ക് അവാർഡ് ലഭ്യമായത്. ഏകദേശം 700 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സൂര്യ ടി വിയിലാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത്. സൂര്യ ടി വിയോടും അതോടൊപ്പം തന്നെ എൻ്റെ പ്രൊഡ്യൂസർ സരിഗമയോടും എൻ്റെ ക്രൂവിനോടും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുമുള്ള എൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നന്ദി. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡിൽ ജനപ്രിയ നടനായി മഹാലക്ഷ്മി സീരിയലിലെ അരുൺ രാഘവനെ തിരഞ്ഞെടുത്തു. നടി മനീഷ മൊമന്റോയും ടാപ്പിൽ നൽകുന്ന ഉപഹാരവും സമ്മാനിച്ചു. മിസ്റ്റർ മേഡ് മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ മെൽബിൻ അസീസ്, അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് പ്രശംസാപത്രം നൽകി. KCCL ഡയറക്ടർ ലോഹിതദാക്ഷൻ കേരള വിഷന്റെ ഉപഹാരം നൽകി. എല്ലാ പ്രേക്ഷകർക്കും അരുൺ രാഘവൻ നന്ദി പറഞ്ഞു. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡിൽ ജനപ്രിയ നടിയായി മേഘ്ന വിൻസെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. സൂര്യ ടിവിയിലെ ഹൃദയം, ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2 എന്നീ സീരിയലുകളിലെ അഭിനയ മികവിനാണ് പുരസ്കാരം. നടൻ ഷാനവാസ് മൊമന്റോ സമ്മാനിച്ചു. സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻസ് ഹെഡ് സുനോജ് കുമാർ ടാപ്പിൽ നൽകുന്ന ഉപഹാരം നൽകി. അനശ്വര ജ്വല്ലേഴ്സ് ഡയറക്ടർ സുഗുരജ് രാജൻ പ്രശംസാപത്രം നൽകി. KCCL ഡയറക്ടർ നവാസ് കേരള വിഷന്റെ ഉപഹാരം നൽകി. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാം മറക്കുമെന്ന് മേഘ്ന വിൻസെന്റ് പറഞ്ഞു. മേഘന വിൻസെന്റ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ജനപ്രിയ നായികയായിട്ട് ഇവിടെ എത്തുന്നത്. ഒപ്പം തന്നെ അവാർഡ് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ സൂരജ് രാജൻ, ദ ഡയറക്ടർ ഫോർ ദി അനശ്വര ജ്വല്ലേഴ്സ്, കൂടാതെ തന്നെ നവാസ് KCCL ഡയറക്ടർ, സുനോജ് കുമാർ ദ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ്. ഞങ്ങളുടെ അവാർഡ് ഷാനവാസ് ആണ് അവാർഡ് നൽകുന്നത്. ടാപ്പി നൽകുന്ന ഗിഫ്റ്റ് സുനോജ് കുമാർ ദ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ്. അദ്ദേഹമാണ് ടാപ്പി നൽകുന്ന ഉപഹാരം ഇവിടെ മേഘനയ്ക്ക് നൽകുന്നത്. ആദ്യം തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ കേരള വിഷൻ, ഷംനാദിക്ക, പ്രസാദ് ഏട്ടൻ, മീര, നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ്. സോ ഇവർക്കൊക്കെ പ്രത്യേകിച്ചൊരു താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും താങ്ക്സ്. ആദ്യം ഞാൻ കമ്പയർ ചെയ്യുന്നത് കേരള വിഷനിലാണ്, ഫസ്റ്റ് ചെറുതിൽ. സോ ഒരുപാട് പ്രായം കുറവ്, എനിക്ക് തോന്നുന്നു ഒരു 5-6-7 വയസ്സ് ആ ഒരു സമയം. പിന്നെ ഈ ഒരു പോപ്പുലർ ആക്ട്രസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ തന്നെ എനിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡ് വിതരണം ചെയ്തു. ജനപ്രിയ സീരിയലായി ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും തിരഞ്ഞെടുക്കപ്പെട്ടു. നടൻ നരൻ മൊമന്റോയും ടാപ്പിൽ നൽകുന്ന ഉപഹാരവും നൽകി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രനാഥ് പ്രശംസാപത്രം നൽകി. കേരള വിഷന്റെ ഉപഹാരം COA സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സമ്മാനിച്ചു. ഉപ്പും മുളകും പരിപാടിക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയ ഫ്ലവേഴ്സ് TV COA സന്തോഷ് നായർ പ്രേക്ഷകർക്കും കേരള വിഷനും നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗറിയായ മോസ്റ്റ് പോപ്പുലർ സീരിയലാണ് ഞങ്ങളിവിടെ നൽകുന്നത്. ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും അരയനാണ് ആദ്യത്തെ അവാർഡ് നൽകുന്നത്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ജനപ്രിയ സീരിയലിനുള്ള അവാർഡാണ്. നരയൻ തന്നെ ഞങ്ങളുടെ ടാപ്പി നൽകുന്ന ഒരു ഗിഫ്റ്റും കൂടി നൽകുകയാണ്. പ്രശംസാപത്രം സമ്മാനിക്കുന്നത് മിസ്റ്റർ ഷൈൻ സുരേന്ദ്രനാഥ്, മാനേജിംഗ് ഡയറക്ടർ ഫോർ ദ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് തൃശ്ശൂരിന്റെ. ഞങ്ങളുടെ കേരള വിഷന്റെ ഉപഹാരം നൽകുന്നു ശ്രീ പ്രവീൺ മോഹൻ, സ്റ്റേറ്റ് പ്രസിഡന്റ് COA. Firstly, thank you Kerala Vision for recognizing Flowers TV's Uppum Malgum and now giving us the best serial award over here. Actually December മാസമാണ് 2015 Uppum Malgum തുടങ്ങിയത്. So it's actually 10 years and the right time to get awarded for the show. Thank you once again Kerala Vision, and thank you all the viewers for continuously watching our show. Thank you very much. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡിൽ മികച്ച മലയാളം നോൺ ഫിക്ഷൻ പരിപാടിയായി മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയെ തിരഞ്ഞെടുത്തു. നടൻ ഷാനവാസിൽ നിന്നും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പ്രൊഡ്യൂസർ രഞ്ജിത്തിന്റെ പ്രതിനിധി മൊമന്റോയും ടാപ്പിൽ നൽകുന്ന ഉപഹാരവും ഏറ്റുവാങ്ങി. ഗോപു നന്ദിലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MP ജോയ് പ്രശംസാപത്രം നൽകി. സിഡ്കോ ഡയറക്ടർ നാസർ കേരള വിഷന്റെ ഉപഹാരം നൽകി. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഒരു ചിരി ഇരുചിരിനെ ഇത്രയും ജനകീയമാക്കിയ പ്രൊഡ്യൂസറിന് ഞങ്ങൾ ഇവിടെ അവാർഡ് കൊടുക്കുകയാണ്. ഷാനവാസ്, യെസ് പ്ലീസ് ഡു ദി ഓണർ.
ടാപ്പി നൽകുന്ന ഗിഫ്റ്റ് കൂടി നൽകുന്നു. പ്രശംസാപത്രം സമർപ്പിക്കുകയാണ്. ഷോ ഡയറക്ടർ രഞ്ജിത്താണ്. രഞ്ജിത്തിനോട് വരാൻ പറ്റിയില്ല. ഞാൻ കിടിലം എന്ന് പറഞ്ഞ ഷോ ആണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇത് അർഹിക്കുന്നത് ഒരു ചിരിയുടെ ഫുൾ ക്രൂവിനാണ്. മഴവിൽ മനോരമ അംഗീകരിക്കുന്നതിന്, എല്ലാ കലാകാരന്മാരെയും അംഗീകരിക്കുന്നതിന് കേരള വിഷൻ ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം ഇതിൻ്റെ ഫുൾ ക്രൂ, ഷോ ഡയറക്ടർ രഞ്ജിത്ത്, ഇതിൻ്റെ ചീഫ് ഓഫ് പ്രോഗ്രാം സതീഷ്, അതുപോലെ നോൺ ഫിക്ഷൻ ഹെഡ് എബ്രഹാം ചുങ്കത്ത്, പിന്നെ അതിൻ്റെ ക്യാമറ ടീം, എഡിറ്റ് ടീം, ആർട്ട് ടീം, അങ്ങനെ ഗ്രാഫിക്സ് ടീം, ഒരുപാട് അസോസിയേറ്റ്സ്, എല്ലാവർക്കും ഉള്ള ഒരു അംഗീകാരമാണ്. താങ്ക് യു സോ മച്ച്. കേരള വിഷൻ 3ാമത് ടെലിവിഷൻ അവാർഡിൽ മികച്ച സഹനടനായി KPAC സജിയെ തിരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ അഭിനയത്തിനാണ് പുരസ്കാരം. പുരസ്കാരവും ടാപ്പിൽ നൽകുന്ന സമ്മാനവും നടി KPAC ലീല നൽകി. പ്രശംസാപത്രം മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള നൽകി. കേരള വിഷൻ നൽകുന്ന ഉപഹാരം MD പ്രജീഷ് അച്ചാണ്ടിയും സമ്മാനിച്ചു. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലിലെ KPAC സജ്ജനാണ് ഞങ്ങളുടെ മികച്ച സഹനടനായിട്ട് ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. KPAC സജി സാറാണ് ഞങ്ങളുടെ മികച്ച സഹനടനായിട്ട് ഞങ്ങളിവിടെ തിരഞ്ഞെടുക്കുന്നത്. ലീല ചേച്ചിയാണ് അവാർഡ് നൽകുന്നത്. ടാപ്പി നൽകുന്ന ഉപഹാരം ലീല ചേച്ചി സമർപ്പിക്കുന്നു. പ്രശംസാപത്രം സമ്മാനിക്കുന്നത് CN വത്സലൻ പിള്ളയാണ്. മിൽമ എറണാകുളം മേഖല യൂണിയൻ ചെയർമാനാണ്. കേരള വിഷൻ ഉപഹാരം സമർപ്പിക്കുന്നത് പ്രജീഷ് അച്ചാണ്ടിയാണ്. ഞങ്ങളുടെ കേരള വിഷൻ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. വളരെ സന്തോഷമായി ചേച്ചിയെ കൊണ്ട് തന്നെ ഈ അവാർഡ് എനിക്ക് നൽകിച്ചതിന്. കാരണം ഞാനൊരു KPAC പ്രൊഡക്റ്റാണ്. ബാസാർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സായികുമാർ പോയതിനു ശേഷം ഞാൻ പ്രധാന വേഷങ്ങൾ ചെയ്യാൻ KPACയിലെത്തുകയും അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റായിരുന്ന ചേച്ചി കൊണ്ട് എനിക്ക് തന്നതിൽ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വൈകാത്ത സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അതിനുള്ള നന്ദി ഞാൻ കേരള വിഷനോട് അറിയിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ അഭിനയത്തിനാണ് എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്രൂവിനും ഡയറക്ടർക്കും എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് എൻ്റെ ഗുരുനാഥനും കൂടി ഞാൻ സമർപ്പിക്കുന്നു. പ്രശാന്ത് സാറിനോട് സമർപ്പിക്കുന്നു. നമസ്കാരം. മറ്റു വാർത്തകളിലേക്കാണ്. ഇടുക്കി നെടുങ്കണ്ടം തേവരാമെട്ടിൽ ഇരട്ട സഹോദരങ്ങൾ പിതാവിന്റെ സഹോദരനെ കൊലപ്പെടുത്തി. തേവരാമെട്ട് ഭോജൻ കമ്പനി സ്വദേശി മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇരട്ടകളായ ഭുവനേശനെയും വിഘ്നേശ്വറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും മുരുകേശന്റെ വീട്ടിലെത്തുകയും മുരുകേശനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതികൾ 2 വഴിക്കോടി രക്ഷപ്പെട്ടു. അതിർത്തി മേഖലയിലെ ഏലത്തോട്ടത്തിൽ ജോലിക്കാരായ മൂവരും തമിഴ്നാട് കൊമ്പെ സ്വദേശികളാണ്. ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത് മുരുകേശനാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു കൊലപാതകം. ഏകദേശം ഇന്നലെ വൈകുന്നേരം 4-നും 4:45 ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ഉടനെ പോലീസിന് വിവരം കിട്ടുകയും പോലീസ് ഏകദേശം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനകത്ത് 2 പ്രതികളാണുള്ളത്. മരണപ്പെട്ടയാളുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്. 2 പേരും ബന്ധുക്കളാണ്. തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കൊമ്പെ സ്വദേശിയായിട്ടുള്ള മുരുകൻ എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടത്. ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുന്ന റിയാൻ്റെ സഹോദരൻ്റെ മക്കളായ ഭുവനേശനും അവൻ്റെ സഹോദരനായിട്ടുള്ള വിഘ്നേശൻ എന്നീ 2 പേരാണ്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ മറ്റ് കേസുകൾ, തമിഴ്നാട്ടിലെ കേസുകൾ പ്രതികളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്രകാരം പ്രതികളെ ചോദ്യം ചെയ്യലും അപ്രകാരമുള്ള തർക്കത്തിൻ്റെ ഫലമാണ് ഈ പ്രകാരം ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ആയുധവുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പരാതി നൽകി. ഡോക്ടറുടെയും ജീവനക്കാരുടെയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ജില്ലാ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചുറ്റികയുമായി എത്തിയ ആംബുലൻസ് ഡ്രൈവർ മുജീബിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊരു ആംബുലൻസ് ഡ്രൈവറുമായുണ്ടായ അടിപിടിക്ക് പിന്നാലെയാണ് ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ ആയുധവുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇയാളെ തിരഞ്ഞാണ് മുജീബ് എത്തിയതെന്നാണ് സൂചന. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരം കിളിമാനൂരിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയിൽ MDMAയുമായി 4 പേർ പിടിയിലായി.
പോത്തൻകോട് സ്വദേശികളായ അനീഷ്, മുഹമ്മദ് ഷാഹിൻ, സിയാദ്, കഴക്കൂട്ടം സ്വദേശി വിവേക് എന്നിവരാണ് പിടിയിലായത്. ആഡംബര കാറിലെത്തിയ ലഹരി സംഘത്തെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘവും കിളിമാനൂർ പോലീസും ചേർന്ന് കിളിമാനൂർ ജംഗ്ഷനിൽ വെച്ചാണ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും 10 ഗ്രാം വരുന്ന MDMA പിടികൂടി. പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് സംഘം ലഹരി വസ്തുക്കൾ എത്തിച്ചത്.